പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു ദിവസം കൂടി സമ്മാനിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ആർക്കുവേണ്ടി കാത്തിരിക്കണം, എവിടെ നിന്ന് ബലം നേടണം എന്ന ചിന്ത നമ്മെ അലട്ടാറുണ്ട്. ഈ സന്ദർഭത്തിലാണ് പ്രത്യാശയുടെ വാഗ്ദാനവുമായി ഏശയ്യ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. നമുക്ക് ഏശയ്യ 40:30 ഓർക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ പരുന്തിനെപ്പോലെ ചിറകടിച്ചുല്ലാം. അവർ ഓടിയാലും ക്ഷീണിക്കുകയുമില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വാക്യം 3 അത്ഭുതകരമായ വാഗ്ദാനങ്ങൾ നൽകുന്നു. 1. ദൈവത്തിൽ ആശ്രയിക്കുക, ദ ഫൗണ്ടേഷൻ. ആശ്രയിക്കുക എന്നാൽ വെറുതെ ഇരിക്കലല്ല, നമ്മുടെ സ്വന്തം വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലും സമയത്തിലും പൂർണ്ണമായി വിശ്വസിച്ച് അവിടത്തെ ശക്തിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന വിശ്വാസപ്രവൃത്തിയാണിത്. നമ്മുടെ ഭാരം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നവമായ ശക്തിയുടെ ഉറവുകൾ ലഭ്യമാകും. 2. പരുന്തിനെപ്പോലെ ചിറകടിച്ചുയരും, ദ ട്രാൻസ്ഫോർമേഷൻ. പരുന്ത് സ്വന്തം ശക്തി കൊണ്ട് മാത്രമല്ല, വായുവിലെ ചൂടേറിയ പ്രവാഹങ്ങളിൽ തേർമൽ കറൻസിൽ ആശ്രയിച്ചുയരുന്നതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുന്ന പ്രവാഹത്തിൽ ഉയർന്നു പറക്കും. ജീവിതത്തിന്റെ പ്രതികൂലമായ കാറ്റുകളിൽ അവർ തളർന്നു പോവുകയില്ല. നമ്മുടെ കാഴ്ചപ്പാട് മാറും, പ്രത്യാശയുടെ പുതിയ ആകാശങ്ങളിലേക്ക് നാം പറന്നുയരും. 3. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഓട്ടം അടിയന്തരമായ ലക്ഷ്യത്തിലേക്കുള്ള വേഗതയെയും നടത്തം ദൈനംദിന ജീവിതത്തിലെ സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു. ഈ 2 യാത്രകളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ക്ഷീണമില്ലാത്ത സഹിഷ്ണുത ലഭിക്കും. മനുഷ്യന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷീണിതനാണോ, തളർന്നുപോയോ? ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറട്ടെ. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ആ പരുന്തിന്റെ ചിറകുകൾ ലഭിച്ചവരായി നവമായ ശക്തിയോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി.